കഴിഞ്ഞ ദിവസം മൊയ്തിക്ക എന്ന് പറഞ്ഞ ഒരാൾ ബാലുശ്ശേരിക്കാരൻ പെൻഷൻ തുകയായ 2000. അപ്പൊ നേരത്തെ MP ഗോവിന്ദനോട് നികേഷ് കുമാർ എല്ലാം തെര്യപ്പെടുത്തിയിരിക്കുകയാണേ, ഇങ്ങനെ ഒരാളെ നമ്മളവിടെ ചട്ടം കെട്ടിയിട്ടുണ്ട്, മാഷിനെ കാണാനായിട്ട് സ്റ്റേജിലേക്ക് വരും, അപ്പൊ ആ എന്ന് പറയണം, എന്റെ പെൻഷൻ MP ഗോവിന്ദൻ മറ്റത് ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കുകയാണല്ലോ ഇതിന്റെ. മാത്രമല്ല ഒരു മുസ്ലിം കഥാപാത്രമാണതേ. എന്ന് പറഞ്ഞാല് മുസ്ലിം വോട്ട് മുഴുവൻ മൊത്തത്തിൽ ഇടിഞ്ഞു പാളിസായി പോയിരിക്കുകയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടതോടുകൂടി. അവർ എൻ ബ്ലോക്ക് UDFന്റെ കൂടെയൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് ഇതൊരു മുസ്ലിം കഥാപാത്രത്തിൽ തന്നെ മൊയ്തിക്ക എന്ന് പറഞ്ഞ ഒരാള്. പിന്നെ അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ കണ്ടപ്പോഴും മറ്റും ഇങ്ങനെ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പൈസ തന്നിട്ട് അവര് തന്നെ പറയാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അതായത് പണ്ട് മനോരമയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് എഡിറ്റർ പുസ്തകമൊക്കെ എഴുതും, ബാലസാഹിത്യം ഒക്കെ ഉണ്ട്. അങ്ങേർക്ക് ആരോ ഈ അവാർഡ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ആ മനോരമയുടെ അങ്കണത്തിൽ തന്നെ ഈ പുരസ്കാര സമർപ്പണത്തിന് ഏർപ്പാട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മാത്തുക്കുട്ടിച്ചാനോട് ഒന്ന് ചോദിച്ചപ്പോ ഒരാളുടെ അവിടുത്തെ സഹപ്രവർത്തകനല്ലേ, അപ്പൊ ശരി ഇവിടെ. അപ്പോ ആ പുരസ്കാരം മറ്റേ പ്രഖ്യാപിച്ച ആൾക്കേ ഓഡിറ്റോറിയത്തിന്റെ ചെലവ് വന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പുരസ്കാരം കൊടുക്കാനായിട്ട് 10 മിനിറ്റ് ഉള്ളപ്പോ ഈ എന്റെ സഹപ്രവർത്തകനെ ആ പുരസ്കാരം കൊടുത്ത ആള് വിളിച്ചിട്ടേ ഒരു 500 രൂപ എന്ന് ഇയാളുടെ 500 രൂപ മേടിച്ചിട്ട് കവറിലിട്ടിട്ട് ഇയാൾക്ക് പുരസ്കാരം കൊടുത്തില്ല എന്ന് പറഞ്ഞ പോലെ മൊയ്തിക്കേ കുറച്ചധികം കൊടുത്തിട്ടുണ്ടാവും. ഒരു 5000 രൂപ കൊടുത്തിട്ടുണ്ടാവും. ഒരു 2000 രൂപയുടെ കഥ പറയാനായിട്ട് ഒരു 5000 രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പം മൊയ്തിക്ക ഇത് അവര് തന്നെയാന്ന് പറഞ്ഞിട്ടൊരു സത്യസന്ധമായിട്ട് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.